പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 926 എപ്പിസോഡാണിത്. മതബോധനത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിത്യമായ അയക്കലിനെ കുറിച്ച്. ഈ ദിവസങ്ങൾ പന്തക്കുസ്ത തിരുനാളിൻ്റെ ദിവസങ്ങളാണ്. സഭയെമ്പാടും പരിശുദ്ധാത്മാവിൻ്റെ ഈ പുത്തൻ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് 925 എപ്പിസോഡുകൾ സഭയുടെ വിശ്വാസം പഠനത്തിലൂടെ കടന്നുപോയ നമുക്ക് ഇന്ന് വേറെ വലിയ പ്രബോധനമല്ല, പ്രാർത്ഥനയാണ്. നമ്മളോട് വ്യക്തിപരമായിട്ടും സഭ മുഴുവനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് സഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം വേനി ക്രിയാറ്റോർ എന്ന സഭയുടെ ഔദ്യോഗികമായ പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയുടെ മലയാളം ഗാനം എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പിന്നീട് ആത്മാവ് നയിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. വരുവീൻ, നമ്മൾ പരിശുദ്ധാത്മാവിനെ സഭയിലേക്കാണ് അയച്ചത്. അപ്പർ റൂമിൽ കൂടിയിരുന്ന കുറേ വ്യക്തികളിലേക്കല്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ ആരംഭിക്കാം. സഭയിലേക്കാണ്. ഈശോയുടെ ശരീരമാണ് സഭ എങ്കിൽ, ഈശോ സഭയുടെ ശിരസാണ് എങ്കിൽ, പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. ഇതാണ് ജോൺ പോൾ II മാർപ്പാപ്പയും മറ്റ് പല മാർപ്പാപ്പമാരും പ്രത്യേകം പ്രഖ്യാപിച്ചിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. നമുക്ക് ആ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ കൂട്ടായ്മയിൽ ഒന്നിച്ചേർന്നിരിക്കുന്നത് ഒരു വ്യക്തിബന്ധങ്ങളിലൂടെയല്ല, മറിച്ച് കത്തോലിക്ക സഭയുടെ അവയവങ്ങളായിട്ടും ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ടും ആണ്. അതിനാൽ നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവിനെ ഈശോ തന്നെ നമ്മളിലേക്ക് വർഷിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഈശോയോടൊപ്പം നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. 3 അപ്പം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പരിശുദ്ധാത്മാവേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. സ്വർഗരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. സ്വർഗരാജ്യം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, അത് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിലേക്ക് അങ്ങയുടെ എല്ലാ ദൈവിക ദാനങ്ങളും ചൊരിയണമേ. ദൈവിക പുണ്യങ്ങൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അങ്ങനെ സ്വർഗം ഭൂമിയിൽ ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഗ്നി
പെന്തക്കോസ്തായിലൂടെ നൽകിക്കൊണ്ട് ദൈവരാജ്യം സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഞങ്ങൾ ഓരോരുത്തരിലും സഭ മുഴുവനിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന എല്ലാവരും സഭ മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചരുളണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, എഴുന്നള്ളി വരണമേ. അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരണമേ. എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയത് നേരെയാക്കണമേ. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചള്ളണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ഈ പുത്തൻ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വേനി ക്രയാത്തോർ സ്പിരിറ്റൂസ് എന്ന ഗാനത്തിന്റെ പരിഭാഷയാണ്. ജെറിയമൽ ദേവാണ് ലാറ്റിനിൽ നിന്നും മലയാളത്തിലേക്ക് ആ ഗാനം പൂർണ്ണമായിട്ട് പദാനുപദം തർജ്ജമ ചെയ്തു. എന്നാൽ അതിന് ഗാനരൂപം നൽകിയത് കൊച്ചിയിലെ നെൽസൺ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹം അതിമനോഹരമായിട്ട് മലയാളത്തിലെ ആ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നുവെന്ന് മാസ്റ്റർ തന്നെ ജെറിയമൽ ദേവ് തന്നെ എടുത്ത് പറയാറുണ്ട്. വേനിക്രയാത്തോർ എന്നുള്ള പരമ്പരാഗത ലത്തീൻ ഈണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ സൃഷ്ടാവാം പാവനാത്മാവ് എന്ന ഗാനം മാസ്റ്റർ ഔദ്യോഗികമായി ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു.
സൃഷ്ടാവാം പാവനാത്മാവേ വേനിക്രിയാത്തോ ഞങ്ങൾ തൻ ഹൃത്തിൽ വരണേ, സൃഷ്ടികളാം ഇവരിൽ വരണേ. സൃഷ്ടാവാം പാവനാത്മാവേ. ദൈവം പരിശുദ്ധാത്മാവിലൂടെ സകലതും സൃഷ്ടിച്ചു. ജീവദാതാവും എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ, ജീവദാതാവ്. അതോടൊപ്പം നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് 104 സങ്കീർത്തനം 30 വാക്കിൽ പറയുന്നത്, അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. എല്ലാവരും ചേർന്ന് പാടാം. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, ഭൂമുഖം നവീകരിക്കുന്നു. ഈ ദിവസങ്ങളിലെ വായനകളിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത മനുഷ്യനിലേക്ക് ജീവശ്വാസം ഊതി. അതാണ് ക്രിയേറ്റർ സ്പിരിറ്റ്. അതിനു മുൻപ് തന്നെ ഭൂമി മുഴുവനും അന്ധകാരാവൃതമായിരുന്നിരിക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആരംഭം മുതൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ്, ആ ആത്മാവ് തന്നെയാണ് പുതിയ രീതിയിൽ ഈശോയുടെ പീഡാസഹനം, മരണം, ഉയർപ്പിൻ്റെ യോഗ്യതകൾ അടങ്ങിയ സകലത്തെയും നവീകരിക്കുന്ന, ഭൂമുഖം നവീകരിക്കുന്ന, വീണ്ടും ഒരു നിശ്വാസമായിട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈശോ അപ്പസ്തോലന്മാർ കഥകടച്ചിരിക്കെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരിൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ആ ബോധ്യത്തോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ദൈവ വ്യക്തിയും പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹവുമാകുന്നു. പെന്തക്കോസ്താ ദിവസത്തിൽ ശിഷ്യന്മാരുടെ മേൽ അല്ലെങ്കിൽ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആദ്യം ഉണ്ടായത് എന്താണ്? ആദ്യം അവർ പ്രവചിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഇതായിരുന്നു പെന്തക്കോസ്താ ദിവസത്തെ ആദ്യത്തെ പ്രഖ്യാപനം. വരുവിൻ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ വ്യക്തിപരമായും നമ്മൾ സഭ മുഴുവനും വേണ്ടി നന്ദി പറയണം. ഈ പ്രവചനവരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതിനെ പ്രതി നന്ദി പറയാം. ഇങ്ങനെ സഭയിൽ പ്രവചനവരം കൂടുതലായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ ദിവസവും എടുത്തു പറയാറുള്ള വചനമാണ്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 1 കൊരിന്ത്യർ 14:1. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി
ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇത് നമ്മൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാം. ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായി ദാഹിക്കണം. ഈശോ അരുളിച്ചതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും, ഇവയേക്കാൾ വലിയവയും ചെയ്യും. മതബോധനത്തിൽ 685 ഖണ്ഡികയിൽ പറയുന്നതാണ്, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ത്രിത്വത്തിലെ ഒരു വ്യക്തിയാണെന്ന്, പിതാവിനോടും പുത്രനോടും ഏക സത്തയായ വ്യക്തിയാണെന്ന്, പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും മഹത്വീകരിക്കപ്പെടുന്നവനും ആണെന്ന് ഏറ്റുപറയുക എന്നാണ്. ഇക്കാരണത്താൽ ത്രിത്വത്തെ സംബന്ധിച്ച ദൈവശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച ദൈവിക രഹസ്യം പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ പരിശുദ്ധാത്മാവിനെ പറ്റി ദൈവിക പദ്ധതിയോട് ബന്ധപ്പെടുത്തി മാത്രമേ പ്രതിപാദിക്കേണ്ടതുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇതൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറയാണ്, നിങ്ങൾ ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ അഭിഷേകത്തിലേക്ക് വന്നിട്ടില്ല. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനെ അളന്നാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നമുക്ക് നൽകിയിരിക്കുന്നു, അളവില്ലാതെ. ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് കർത്താവ്. ചില സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഒരു ആർട്ടിക്കിൾ എഴുതണം, ആ ആർട്ടിക്കിൾ ഉടനെ തരണമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു, എനിക്ക് പറ്റണില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി, അതിൻ്റെ അർത്ഥം എനിക്ക് പറ്റുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ പരിശുദ്ധാത്മാവിനെ ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ലേഖനം, ഈ പ്രബോധനം എഴുതാൻ എത്രത്തോളം ആത്മാവിൻ്റെ അഭിഷേകം വേണമോ അത്രയും ചോദിച്ചിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അതാണ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഉടനെ കുറേ സമയം നിസ്സാരം ഇങ്ങനെ മാത്രം പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേനിൽ നിറയണേ, പരിശുദ്ധാത്മാവേനിൽ നിറയണേ. ഈ ദൗത്യം ചെയ്യുന്നതിനാവശ്യമായ അഭിഷേകം പരിശുദ്ധാത്മാവേനിൽ നിറയണേ. ചില സമയത്ത് 1 മണിക്കൂറെല്ലാം പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയും പ്രാർത്ഥിക്കേണ്ടി വന്നുള്ളൂ എന്നുള്ളതും ഒരു വശം. പരിശുദ്ധാത്മാവേനിൽ നിറയണേ, ഇങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്ത് ഒരു വലിയ ആശയം ഉദിക്കുകയും അതാണ് ഈ ആർട്ടിക്കിളിൽ, ഈ ലേഖനത്തിൽ എഴുതേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പറയുകയും ഉടനെ ഞാനിരുന്ന് എഴുതാൻ തുടങ്ങി. പിന്നെ ഏതാനും നിമിഷം കൊണ്ട് ആർട്ടിക്കിൾ റെഡിയായി. അപ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും ലളിതമായി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേനിൽ നിറയണേ, പരിശുദ്ധാത്മാവേനിൽ നിറയണേ. വരുവിൻ എല്ലാവരും ഇപ്പൊ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവേനിൽ നിറയണേ, പരിശുദ്ധാത്മാവേനിൽ നിറയണേ, പരിശുദ്ധാത്മാവേനിൽ നിറയണേ. പരിശുദ്ധാത്മാവേ, എനിക്ക് ജീവൻ നൽകി എന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരു അവയവമാക്കി മാറ്റിക്കൊണ്ട് ലോകസ്ഥാപന മുൻപ് മുതൽ എന്നെക്കുറിച്ച് പദ്ധതി മെനഞ്ഞെടുത്തത് പൂർത്തിയാകുന്നതിന് ഞാനല്ല, പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം.
കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. മലാഖ വന്ന് മറിയത്തിനോട് പറഞ്ഞു, നീ ഗർഭം ധരിക്കും. മാതാവ് എന്ത് ചെയ്യണം? മാതാവ് എന്ത് ചെയ്താലാ ഗർഭം ധരിക്കുക? മാതാവ് ചോദിച്ചു, ഞാനൊരു പുരുഷനെ അറിയില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇതാണ് സഭ മുഴുവനിലും നമ്മൾ ഓരോ വ്യക്തികളിലും വരുവിൻ. നമുക്കെല്ലാവർക്കും വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരിലൂടെയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് പദ്ധതി ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പലപ്പോഴും അങ്ങയുടെ പദ്ധതി അനുസരിച്ച് നടക്കുന്നില്ല. നമുക്ക് സംശയമാണ്. എന്നാൽ നടക്കാത്തതിന്റെ കാരണം ഇതാണ്, അത് നടക്കുന്നതിനാവശ്യമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുന്നില്ല. വരുവിൻ. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എല്ലാവരും ഈ പെന്തക്കോസ്താ തിരുനാൾ പ്രമാണിച്ച് ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത് അരുളി ചെയ്ത കർത്താവ്. ആ തീ, ആ ശക്തമായ അഭിഷേകം, ആ തീ സ്നേഹത്തിന്റെ തീയാണ്. പരിശുദ്ധാത്മാവ് ആത്യന്തികമായി പിതാവിൻ്റെയും പുത്രന്റെയും സ്നേഹമാണ്. സ്നേഹമെന്ന വ്യക്തിയാണ്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്കെല്ലാ വരദാനങ്ങൾ ഉണ്ടായാലും, മലകളെ മാറ്റാൻ പറ്റിയ വിശ്വാസമുണ്ടായാലും, സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം അളവില്ലാതെ ഒഴുക്കണമേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിലേക്ക് ആ സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് പ്രവാഹിപ്പിക്കണമേ. ആ സ്നേഹം, ഇവിടെ സ്നേഹം എന്നത് ഒരു വികാരത്തെക്കാൾ അധികമായി ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. സ്നേഹം മൂന്നാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും ഓടും സത്തയിൽ ഒന്നായിരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് സ്നേഹത്തിന്റെ പുതിയ പേര് ദൈവം സ്നേഹമാകുന്നു. എന്നാണ്. എന്റെ ദൈവമേ, എന്റെ സർവാധിത ശക്തി നിങ്ങൾക്ക് അവകാശമാണ്. ഞങ്ങളിൽ ഇന്ന് തന്നെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളെ എന്തിനു വേണ്ടി അങ്ങ് സൃഷ്ടിച്ചുവോ, ആ സൃഷ്ടി കർമ്മത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നുവോ, ആ ദൗത്യം ചെയ്യുന്നതിനാവശ്യമായ അഭിഷേകം ഞങ്ങൾക്ക് നൽകണേ. വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണേ. അതനുസരിച്ചുള്ള വിശ്വാസം നൽകണമേ. അതനുസരിച്ചുള്ള സ്നേഹം നൽകണമേ. അതനുസരിച്ചുള്ള പ്രത്യാശ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ നൽകിയിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടും വിശുദ്ധിയോടും വിവേകത്തോടും ധൈര്യത്തോടും ചെയ്യുന്നതിന് വേണ്ട അഭിഷേകം നൽകണേ. പ്രത്യേകിച്ച്
മതബോധന പഠനക്കളരിയിൽ പഠിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ മതബോധനം പകരുന്നതിനാവശ്യമായ അഭിഷേകം നൽകണമേ. സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും സഭാപ്രബോധനങ്ങൾ പഠിക്കാനും സഭാപ്രബോധനങ്ങളെ പകർന്നു കൊടുക്കാനുമുള്ള അഭിഷേകം നൽകണേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരുവിൻ സ്നേഹമുള്ളവരെയും നമ്മൾ ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായ അഭിഷേകം ഞങ്ങളിൽ തുറക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം തുറക്കട്ടെ. ഈശോ പറഞ്ഞു യോഹന്നാൻ 14:12 എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്യും, ഇവയേക്കാൾ വലിയവയും ചെയ്യും. ആ അഭിഷേകം ഞങ്ങളിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ദാഹിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നൽകിയിരിക്കുന്ന അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളിൽ തുറക്കട്ടെ. അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങളിൽ തുറക്കട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് പിതാവ് ഈശോയെ പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യനായി അവതരിപ്പിക്കുകയും ജ്ഞാനസ്നാനത്തിൽ സ്വർഗം തുറന്ന് പിതാവ് ആത്മാവിനെ നൽകുകയും മരിച്ച് ഉയർപ്പിക്കുകയും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്വർഗാരോഹണം ചെയ്യുകയും ആ കർത്താവ് വീണ്ടും വരികയും ചെയ്യുമ്പോൾ എല്ലാം പ്രവർത്തിക്കുന്ന അതേ ചൈതന്യത്തെ ഞങ്ങളിൽ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളുടെ അഭിഷേകത്തെ പൂർണ്ണമായി ഈ പെന്തക്കോസ്താ തിരുനാളിലൂടെ ഞങ്ങൾ നൽകുകയും സഭ മുഴുവനിലും പുതിയ ശുശ്രൂഷകൾ തുടങ്ങട്ടെ. സഭാപ്രബോധനങ്ങളിലേക്ക് ജനം തിരിയട്ടെ. സഭയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം. നമ്മളിപ്പോൾ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ തുടർന്ന് ഇതുപോലെ കുറച്ച് സമയം കൂടി പ്രാർത്ഥനയിലായിരിക്കുക. ഈ പെന്തക്കോസ്താ തിരുനാൾ പ്രമാണിച്ച് കർത്താവ് നൽകുന്ന അഭിഷേകത്തെ അവകാശപ്പെട്ട് സ്വീകരിക്കുക. ആമേൻ, 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 ആമേൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഫെയ്ത്ത് ആൻഡ് ട്രൂത്ത്. താങ്ക് യു. ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഓരോരുത്തർക്കും കർത്താവ് വലിയ അഭിഷേകം നൽകിക്കൊണ്ടിരിക്കുന്നു. വലിയ അഭിഷേകം. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവേൻ.